शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातम् अनुष्यपद्मेश्वर विश्वरूपं प्रणामि तुञ्जत्तरुमार्यपादं। जानकीकान्तस्मरणं जय जय राम राम। हरिश्री गणपतये नमः। अविघ्नमस्तु। श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम रावणान्तक राम। श्रीराम मम हृदि रमतां राम राम। श्रीराघवात्मा राम श्रीराम रमापदे। श्रीराम रमणीय विग्रह नमोस्तुते। नारायणाय नमो नारायणाय नमो नारायणाय नमो നാരായണായ നമ. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ തുടക്കം ബാലകാണ്ഡത്തിലെ ഇഷ്ടദേവതാവന്ദനത്തോടെയാണ്. രാമായണം ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. പാർവതീദേവിയുടെ ചോദ്യത്തിന് ഭഗവാൻ പരമശിവൻ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരത്തിൽ തുടങ്ങുകയാണ് ഉമാമഹേശ്വര സംവാദം എന്ന ഭാഗം. ഇനി പാരായണം ചെയ്തതിന് ശേഷം അല്പം കൂടി വിശദീകരിക്കാം. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഹാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ. അത്യന്തം രഹസ്യമാം വസ്തുവിന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കേപ്പോൾ ശ്രീരാമദേവതത്തമുപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദിഭക്തി ലക്ഷണം സാഖ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുദേ കലിഞ്ഞരുൾ ചെയ്തിടണമാരും നിന്ദരുവടിയൊഴിഞ്ഞല്ലത് ചൊൽവാൻ. ഉമാമഹേശ്വര സംവാദം അത്യന്തം രഹസ്യമാണെന്നും രാമായണത്തിൻ്റെ മുഖക്കുറിപ്പാണെന്നും തുടർന്നുള്ള കാവ്യഭാഗത്തിൻ്റെ അടിസ്ഥാനമാണെന്നും ഉള്ളത് നമ്മൾ മറന്നുകൂടാ. ഭക്തിലക്ഷണം, സാഖ്യയോഗ ഭേദാദികൾ, ക്ഷേത്രോപവാസഫലം, യാഗാദികർമ്മഫലം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാർവതീദേവി ഭഗവാൻ പരമശിവനിൽ നിന്ന് ഗ്രഹിച്ചു കഴിഞ്ഞു. ഇനി ശ്രീരാമദേവന്റെ മഹാത്മ്യത്തെക്കുറിച്ച് അറിയുവാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും അതിനർഹതയുണ്ടെങ്കിൽ ശ്രീരാമതത്വം ദയവായി ഉപദേശിച്ചു തന്നാലും എന്ന് പാർവതീദേവി അഭ്യർത്ഥിക്കുകയാണ്. അങ്ങേക്ക് മാത്രമേ അതിന് കഴിയൂ എന്ന് ഭക്തിയോടെ ദേവനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. ദേവിയുടെ അഭ്യർത്ഥന മാനിച്ച് മഹാദേവൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗത്തോടെയാണ് രാമായണ കഥാരംഭം.
ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതദ്ധി രാമായണം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി. ജയ് ശ്രീരാം.